ഏപ്രിൽ 20 മുതലുള്ള ലോക്ക്ഡൌൺ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് DGP ലോക്നാഥ് ബെഹ്റ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഇത് സംസാരിക്കാൻ സമയത്ത് ഇത് കേൾക്കാമല്ലോ. ഇത് ഉണ്ടാകില്ല. യു ക്യാൻ ഹിയർ മീ. ഓ ശരി ശരി ഓക്കെ. ഞാൻ പെട്ടെന്ന് പറയാൻ ഇത് കാര്യം മാത്രമാണ്. കാരണം സെൻട്രൽ ഗവൺമെൻറ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് മാറ്റണം. ഓ ശരി ഒരു സെക്കൻഡ് ഇത് ഓക്കെ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചീഫ് സെക്രട്ടറിയുടെ ഒപ്പോടെ അണ്ടർ ദി സിഗ്നേച്ചർ ഓഫ് ദി ചീഫ് സെക്രട്ടറി ആസ് ഇഷ്യൂഡ് ദി ഗവൺമെൻറ് ഓർഡർ. നിങ്ങളെല്ലാവർക്കും ഇത് കിട്ടിയിട്ടുണ്ടോ? ഇത് സെക്കൻഡ് ഫേസ് ഓഫ് ലോക്ക്ഡൗണിൽ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കും അതിൽ വളരെ ക്ലിയർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ നിങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടോ? അതുകൂടാതെ ഈ ഡീറ്റെയിൽസ് കുറേ കാര്യം ഇന്ന് വാർത്ത കുറച്ച് പത്രത്തിൽ ഓൾസോ വന്നിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് കുറച്ച് ഇത് നിങ്ങൾക്ക് വിളിക്കാനൊരു കാര്യമാണ്. ഒരുപാട് ആൾക്കാർ കുറേ ആൾക്കാർ വിളിച്ചിട്ട് സംശയമാണ് ചോദിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുമോ, ഇങ്ങോട്ട് വരാൻ പറ്റുമോ, ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമോ? സോ ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ് കോൾ ആൻഡ് ക്ലാരിഫൈ. അതുകൊണ്ട് നിങ്ങളുടെ ആക്ച്വലി സംശയങ്ങളൊന്ന് ചോദിച്ചാൽ ഞാൻ ആ മറുപടി ആ സമയത്ത് പറഞ്ഞോളാം. വാട്ട് എവർ ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ഇതിൽ വളരെ ആക്ച്വലി ക്ലിയർ ഉള്ള ഗൈഡ് ലൈൻസ് ആണ്. നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇതൊക്കെ വായിക്കാൻ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ റെഫർ ടു ദി സെൻട്രൽ ഗൈഡ് ലൈൻസ്. അത് വായിച്ചാൽ വളരെ വ്യക്തത ഉണ്ടാക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ചോദിക്കുക. അവിടെ വാഹനങ്ങൾ ഓടിക്കാമെന്ന് പറയുന്നു. കാറിൽ 3 പേർക്ക്, ഡ്രൈവർക്കും 2 പേർക്കുമാണെന്ന് പറയുന്നു. ഓഫീസിൽ പോയാൽ പോകാമെന്ന് പറയുന്നു. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അനുവദിക്കാമെന്ന് പറയുന്നു. ഇന്ന് യാത്ര ചെയ്യാറ്. അപ്പോൾ അതൊക്കെ വീണ്ടും ഓരോ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നില്ല. പോലീസ് നേരത്തെ വീണ്ടും പ്രശ്നമായി. ഇത്രയും ആൾക്കാർ ചെറിയ റിലാക്സേഷൻ വിഷു സമയത്ത് തന്നെ സാറിന് അറിയാവുന്നതാണ് വലിയ തോതിൽ വാഹനങ്ങൾ നിർത്തിറങ്ങി. ഇപ്പോൾ ഇത്രയും റിലാക്സേഷൻ, ചില ഭാഗങ്ങൾ റിലാക്സേഷൻ ഇല്ല, ചില ഭാഗങ്ങൾ റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും വാഹനങ്ങൾ ഇറങ്ങുമ്പോൾ എങ്ങനെ ഈ ചില ഓഫീസുകൾ തുറന്ന്, ഇപ്പം ട്രാൻസ്പോർട്ട് ഓഫീസിൽ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ എങ്ങനെ ഓരോ ബസ്സിൽ കയറി പോലീസിൽ പരിശോധിക്കാൻ പറ്റുമോ? ഇങ്ങനെ വണ്ടി കൊണ്ടുപോകുമ്പോൾ ഓഫീസിൽ പോകുന്നതാണ് ഓരോ ഘട്ടത്തിൽ പരിശോധിക്കാൻ വേണ്ടി പറ്റും. ഞാൻ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാൻ പോകുന്നില്ല. അത് ഇമ്പോസിബിൾ. കാരണം കുറച്ച് ട്രസ്റ്റ് വേണമല്ലോ. ഐ ബിലീവ് യു. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പറഞ്ഞത് കുറച്ച് ചെറിയ വ്യത്യാസമുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യം എല്ലാ ഓഫീസുകളും തുറക്കാൻ പറഞ്ഞിട്ടില്ല. ഇതിലെ കുറേ ഓഫീസുകളൊക്കെ 100% തുറക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസ്, ഹോം ഗാർഡ്, ഫയർ സർവീസസ്, പിന്നെ ഹെൽത്ത്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി പരമാവധി ഓഫീസുകൾ ഫുള്ളായിട്ട് പ്രവർത്തിക്കുകയില്ല. അതിൽ മിനിമം സ്റ്റാഫായിട്ട് പ്രവർത്തിക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് വാട്ട് വിൽ ഹാപ്പൻ, ഈ 10 ഡിപ്പാർട്ട്മെൻറ്റ് ഓർ 11 ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഫുൾ ഫ്ലേജിൽ വർക്ക് ചെയ്യും. പക്ഷേ ഞാനൊരു ഉദാഹരണം നിങ്ങൾ പറയാം. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ കുറച്ച് ആൾക്കാർ മിനിസ്ട്രിയൽ സ്റ്റാഫ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഓൾസോ അവർ എല്ലാം ഇലക്ട്രോണിക് ആയതുകൊണ്ട്, നമ്മുടെ കംപ്ലീറ്റ് ഓൺലൈൻ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ജോലി ചെയ്യും. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ, യു ക്യാൻ ഓൾസോ വർക്ക്. കാരണം ഇത് ഓൾസോ ദേ ആർ വർക്കിംഗ് ഫ്രം ഹോം. സം പീപ്പിൾ ഹൂം ദേ ഡു നോട്ട് വാണ്ട്, അവർക്ക് കുറച്ച് ശരിയായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടോ, അതാണെങ്കിൽ അവർ ചെയ്യാനാണെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ. ദാറ്റ് ഈസ് വൺ തിങ് ഇസ് ദാറ്റ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ നോട്ട് എക്സെംപ്റ്റഡ് ഫോർ ദിസ്. ഇതൊരു കാര്യം മനസ്സിലാക്കണം. നമ്പർ 2, അതിലെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഓഡ് ആൻഡ് ഇവൻ സ്കീമുണ്ടോ. സോ ഓൾമോസ്റ്റ് 40% വണ്ടികൾ കൊഴിയും. ഇഫ് നോട്ട് 50%. ഒരു ദിവസത്തിൽ
സപ്പോസ് അങ്ങനെ കൊടുത്താൽ പിന്നെ അറ്റ്ലീസ്റ്റ് 40% വണ്ടികൾ കുറയും ഇതിൽ. കാരണം ഇതിൽ ഗവൺമെൻറ്റുള്ള വണ്ടികൾക്ക് അതിൽ ഓടാണ്ട് ഇവനില്ല, പിന്നെ ലേഡീസ് വണ്ടി ഓടിക്കുന്ന വണ്ടികൾക്ക് ഓട് ഇവനില്ല. അതുകൂടാതെ പിന്നെ കുറച്ചുകൂടി സെൽഫ് റിസ്ട്രെയിൻറ്റ് വേണ്ടേ, ഞാൻ പോവില്ല ആ രീതിയിൽ പോകണം. സേ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ പറഞ്ഞിട്ട് മാക്സിമം 3 പേര് ഒരു കാറിൽ പോകണം. അത് ഞാൻ വണ്ടി ഓടിക്കാൻ സംബന്ധം പറയും, ഞാൻ 2 പേര് മാത്രം ഞങ്ങൾ പോവാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഓൾസോ. ഇനി ഇപ്പോഴത്തെ സ്ഥിതിയിൽ കുറച്ച് ആൾക്കാർക്ക് ഇവൻ നമ്മുടെ അനുഭവത്തിൽ ലാസ്റ്റ് 20 ദിവസത്തെ നമ്മുടെ എക്സ്പീരിയൻസ് എന്നാണ് ദാറ്റ് പീപ്പിൾ ടേക്ക് എ പേഷ്യൻറ്റ് കൊണ്ടുപോകാൻ സമയത്ത് 2 പേരും ഉണ്ടാകും, ഇല്ലെങ്കിൽ 2 പേര് മാത്രം വണ്ടി ഓടിച്ചിട്ട് പോകും. ഒരു 2 കേസിൽ 3-4 പേരുണ്ടോ അവർക്ക് പിടിച്ചിട്ടുണ്ടോ, കുറേ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഇതോ എങ്ങനെ പോകും. ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ. മനസ്സിലായില്ല. അല്ല, ഈ സെൽഫ് ഡിക്ലറേഷൻ ഇപ്പോൾ ആക്ച്വലി നമുക്ക് ഇതുവരെ ഞങ്ങൾ ഇപ്പോൾ ഇൻസിസ്റ്റ് ചെയ്യാൻ ആക്ച്വലി ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ അത് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ചെക്കിങ് സമയത്തെ, കാരണം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടാകും. സോ ചില സമയത്ത് ഒരു ചെക്കിംഗ് ഉണ്ടാകും. നിങ്ങളൊരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പോകുന്നില്ല. അതോ നമുക്ക് ഇത് മാത്രം ഇപ്പോൾ പറയാൻ ആക്ച്വലി. പക്ഷേ സെൽഫ് ഡിക്ലറേഷൻ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് നിർബന്ധമായിട്ട് വേണം. ഫോർ എക്സാമ്പിൾ ഒരു ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റിൽ വരാൻ സമയത്ത് പെർമിഷൻ കിട്ടി നമ്മുടെ ഇവിടെ എത്തി, പാലക്കാടിലെ ഓർ ട്രിവാൻഡ്രം ബോർഡറിലെത്തി. ആ സമയത്ത് നമുക്ക് അങ്ങരുടെ കയ്യിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാകും, അങ്ങരുടെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാകും. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റിൽ ഇപ്പോൾ 2 ഡോക്യുമെൻറ്റ്സ് വേണം. ഒരു ക്ലിയറൻസ് അവിടെ നിന്നും, ഒരു ക്ലിയറൻസ് നമ്മുടെ സൈഡിൽ നിന്നും. ആ സമയത്ത് ഒരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ ചെക്കിങ് വളരെ ഈസിയാണ്. ഇതാണ് പറ്റുക. പക്ഷേ ഞാൻ ആക്ച്വലി ഇവർക്ക് എല്ലാവർക്കും വളരെ സിമ്പിളാണ്. ഒരു സെൽഫ് ഡിക്ലറേഷൻ ഈസ് ലൈക്ക് എ പാസ്പോർട്ട് ഓർ എ വിസ. അത് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. ആവശ്യം ഉണ്ടെങ്കിൽ ചെക്ക് കാണിക്കാം. ഞാനിപ്പോൾ ആക്ച്വലി പറയുന്നില്ല, ഇങ്ങനെ കമ്പൽസറി ആയിട്ട് പറയുന്നില്ല. പക്ഷേ ഇതാണ് ബെറ്റർ, ഡിസയറബിൾ ആണ്. മതി. ഓഫീസിൽ പബ്ലിക് സെക്ടർ ഓഫീസ്, പ്രൈവറ്റ് ഓഫീസ്, അവരുടെ കാർഡ് ഉണ്ടാക്കുമല്ലോ, അതോ കാണിച്ചാൽ മതി. അതിലെ ആ കാറ്റഗറി ഉണ്ടോ, ആ കാറ്റഗറി ബാങ്കിന് ബാങ്ക് ഓഫീസർക്ക് ഞങ്ങൾ ഒരു കാർഡ് കൊടുക്കാൻ പോകുന്നില്ല. അവരുടെ കാർഡ് വി ആർ അക്സെപ്റ്റിംഗ്. ഡിസ്ട്രിക്ട് ബോർഡർ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഒരു ഡിസ്ട്രിക്റ്റ് ഒരു യൂണിറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ 4 റെഡ് സോണുള്ള ഡിസ്ട്രിക്റ്റാണ്. അതിൽ കർശനമായിട്ട് മൂവ്മെൻറ്റിൻ്റെ കുറച്ചുകൂടി റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. കാരണം അതിലെ കണ്ടെയ്ൻമെൻറ്റ് സോൺസ് ഉണ്ടോ, അതിൽ ആരെ കയറില്ല. ഇതിൽ എക്സെപ്റ്റ് ഫോർ ഡോക്ടേഴ്സ് ആൻഡ് ഈ ഫുഡ് സപ്ലൈ ഉള്ള ആൾക്കാർ മാത്രം കയറും. ഞങ്ങൾ അത് സമ്മതിക്കില്ല. ഒരു ഡിസ്ട്രിക്റ്റിനു ഇന്റർ ഡിസ്ട്രിക്ട് മൂവ്മെൻറ്റ് ഈസ് നോട്ട് പെർമിറ്റഡ് ഫോർ ജനറൽ തിങ്സ്. ഇന്റർ ഡിസ്ട്രിക്ട് മൂവ്മെൻറ്റ് ഈസ് ഫോർ എക്സെപ്ഷൻ. അതിൽ പറഞ്ഞിട്ടുണ്ടോ? മെഡിക്കൽ ആൻഡ് മെഡിക്കൽ സർവീസസ്, മെഡിസിൻ ട്രാൻസ്പോർട്ട്, ആ മെഡിക്കൽ റിലേറ്റഡ് ഇഷ്യൂസ്. പിന്നെ അത് കൂടാതെ എസെൻഷ്യൽ ഗുഡ്സ് ട്രാൻസ്ഫർ, ഒരു കൂരിയർ പോയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അതാണ് നമുക്ക് ആക്ച്വലി സമ്മതിക്കാൻ പോകുന്നുണ്ടോ. ബാക്കി ആൾക്കാർ ഇൻ ഡിസ്ട്രിക്ട് ദേ ക്യാൻ ട്രാവൽ. അല്ല, ഇതിലെ ഒരു ചെറിയ ആക്ച്വലി സംശയമുണ്ട് എല്ലാ ആളും പറയുന്നത്.
എൻ്റെ ആക്ച്വലി അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം ഈ കാര്യങ്ങൾ 20-ാം തീയതി മുതൽ തുടങ്ങണം. പിന്നെ 24-ാം തീയതി വേറെ ഒരു പറഞ്ഞിട്ടുണ്ട്. 24-ാം തീയതി മുതൽ ഐ മീൻ ബി കാറ്റഗറി മറ്റേ വാട്ട് യു കോൾ ഓറഞ്ച് A+, ഓറഞ്ച് A ഉള്ള കാര്യങ്ങൾ 24th പറഞ്ഞിട്ട് എറണാകുളം ആൻഡ് ഓൾ ദോസ്. പിന്നെ ഗ്രീൻ സോൺ 2 ഡിസ്ട്രിക്റ്റ്, ബാക്കി യെല്ലോ. അത് 20-ാം തീയതി മുതലാണോ ഫ്രോം 20-ാം തീയതി ആണോ അത് തിങ്കളാഴ്ച. പക്ഷേ അതോ എൻ്റെ ആക്ച്വലി ഈ ഓർഡർ വായിച്ച ശേഷം അതാണ് എനിക്ക് മനസ്സിലായി. സോ ഐ ആം സെയിങ് ദാറ്റ് ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രോം 20th. ഇത് വെച്ചാലുള്ള അവശ്യ വിഭാഗത്തിൽപ്പെട്ടവരുടെ യാത്ര മാത്രമാണ് നമ്മൾ പെർമിറ്റ് ചെയ്യുന്നത്. കോഡ് നമ്പറിലുള്ള വണ്ടി എനിക്കുണ്ട്. പക്ഷെ ഞാൻ ഈ തുറന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ജോലി നാളല്ലെങ്കിൽ പോലും എനിക്ക് കയറാൻ പറ്റും. ഇല്ല. അതിലെ എക്സെപ്റ്റ് ഫോർ ദീസ് ഗവൺമെൻറ് ദാറ്റ് എക്സെംപ്റ്റഡ് കാറ്റഗറി ഉണ്ടല്ലോ കുറച്ചോ, അതോ ബാക്കി ആൾക്കാർക്ക് അങ്ങനെയാണ്. ഓഡ് ഈവൻ നിങ്ങൾ പിന്നെ പൂൾ ചെയ്തിട്ട് വന്നാൽ മതി. വേറെ ഒരു കൂട്ടിയിലെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം ഈവൻ ഇഫ് യു ആർ എ പെർമിറ്റഡ് കാറ്റഗറി നിങ്ങളുടെ വാഹനം ആ ഓഡ് ഈവൻ ഫോളോ ചെയ്യണം. ഇതേ പോലീസ് ഫോഴ്സ് തന്നെയായിരിക്കും നമ്മുടെ അടുത്ത ദിവസം ഇത്രയും ഫോഴ്സിനെ തന്നെ ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. സി അത് ഞങ്ങൾ ഇതുവരെ കമ്പ്യൂട്ട് ചെയ്തിട്ടില്ല. സത്യം ചോദിച്ചാൽ ഇതുപോലെ തന്നെ അത്ര ആൾക്കാരെ എത്ര ആൾക്കാർ തന്നെ ഉണ്ടാക്കും, അതാണ് എൻ്റെ മെൻ്റൽ കാൽക്കുലേഷൻ. കാരണം ഇത് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മുടെ ആൾക്കാരുടെ ഇത് പോകുന്നത്. എൻഫോഴ്സ് ചെയ്യാൻ സമയത്ത് ആൾക്കാർക്ക് ഈ ജനമൈത്രിയുടെ ഭാഗമായിട്ട് സീനിയർ സിറ്റിസണുകളുടെ വീട്ടിലേക്ക് പോകാൻ കുറേ കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്ക് മെഡിസിൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യമാണ്. സോ ഇത്ര മാത്രം ഉണ്ടാക്കും. പക്ഷെ നമുക്കൊരു സെക്കൻഡ് ലൈനിൽ കുറച്ചാളെ റിസർവ് ചെയ്ത് വച്ചിരിക്കുക. അത് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾ ഉപയോഗിക്കും, മറ്റേ ആൾക്കാർക്ക് റെസ്റ്റ് കൊടുക്കും. വേറെ ഒന്നുമില്ലല്ലോ. അത് മൺഡേ ആണല്ലോ. മൺഡേയിൽ വാട്ട് ഈസ് ദി ഓഡ് നമ്പർ അല്ലേ? ആ ഓഡ് നമ്പർ വണ്ടി ഓടും. ഒരു ആളാണ് ഡിസൈറബിൾ. ഒരു പക്ഷേ വൈഫ് ആൻഡ് ഹസ്ബൻഡ് ഓർ അച്ഛൻ ആൻഡ് മോള് പോകുന്നതാണെങ്കിൽ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ സമയത്ത് അത് പറഞ്ഞാൽ മതി. അതാണെങ്കിൽ നമുക്ക് അത് എക്സെപ്ഷൻ കൊടുക്കണം. ഇതോ ഞങ്ങൾ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു. ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ പരിശോധനത്തിലെ ഒരു എക്സാമിനേഷനിലുണ്ടോ ഇതിന് അടിസ്ഥാനത്തിൻ്റെ ഇപ്പോൾ ഹൈക്കോടതിയിലെ ഓർഡർ വന്നു. ഹൈക്കോടതിയിലെ ഓർഡർ ബിക്കംസ് എ ലോ. സോ ഇപ്പോൾ ആരെങ്കിലും വണ്ടി റിലീസ് ചെയ്യാൻ മുമ്പ് ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പി കൊടുക്കണം, ആ ഡിപ്പോസിറ്റ് കൊടുക്കണം. അതിനുശേഷം മാത്രം വണ്ടി റിലീസ് ആവും. അതിൽ വേറെ മാർഗമൊന്നുമില്ല. രണ്ടും ആക്ച്വലി ലെജിസ്ലേഷൻ വളരെ ക്ലിയർ ആണ്. നിങ്ങളുടെ ഭാഗം നിന്ന് തെറ്റുണ്ടെങ്കിൽ നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്യണം. അതിന് നിയമപര നടപടി എടുക്കണം.